മാതാവിൻ ചാരി ചെല്ലുന്നു ജപമാല വഴിയാ. കയ്യിലിരിക്കുന്ന ഉണ്ണീശോയുടെ ചാരെ ഞാനുമിരിക്കും. കയ്യിലിരിക്കുന്ന ഉണ്ണീശോയുടെ ചാരെ ഞാനുമിരിക്കും. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. എൻ്റെ നല്ല അമ്മ എന്ന ഈ അനുഗ്രഹീത ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ ദൈവം തന്ന നിയോഗത്തെ ഓർത്ത് പരിശുദ്ധമ്മ വഴിയായി ദൈവത്തിന് നന്ദി പറയുന്നു. പൗരോഹിത്യ ജീവിതം പരിശുദ്ധ അമ്മയോടൊപ്പം ബലിവേദിയിൽ നിൽക്കുവാനും ബലിയർപ്പിക്കുവാനും ബലിയുടെ ജീവിതം നയിക്കുവാനും ഇടവരേണ്ട ജീവിതമാണെന്നും ദൈവമക്കളെ പരിശുദ്ധ അമ്മയോടൊപ്പം ഈശോയുടെ സവിധത്തിലേക്ക്, അവൻ്റെ ഭവനത്തിലേക്ക് ആനയിക്കുവാൻ ഇടവരേണ്ട ശുശ്രൂഷയാണ് പൗരോഹിത്യമെന്നും ജീവിതത്തിൽ നിരവധിയായ സന്ദർഭങ്ങളിലൂടെ ബോധ്യപ്പെടുവാൻ ദൈവകൃപയാൽ ഇടവന്നിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബ സാഹചര്യങ്ങളെ ഈ അവസരത്തിൽ സന്തോഷത്തോടെ അനുസ്മരിക്കുകയാണ്. ചങ്ങനാശ്ശേരി അതിരൂപതയിൽ ചമ്പക്കര ഇടവകയിൽ വാരിക്കാട്ട് ജോസഫ് ഏലിയാമ്മ ദമ്പതികളുടെ 7 മക്കളിൽ 7ാമത്തെ വ്യക്തിയായി പിറക്കുവാൻ ഇടവന്നവനാണ് ഞാൻ. എൻ്റെ മാതാപിതാക്കന്മാരും കുടുംബാംഗങ്ങളും വിശ്വാസത്തിലും മര്യഭക്തിയിലും ആഴപ്പെട്ട ജീവിതം നയിക്കുവാനായിട്ട് ഇടവന്നിട്ടുള്ളത് ഏറെ സന്തോഷത്തോടെ അനുസ്മരിക്കുകയാണ്. എൻ്റെ പിതാവിലൂടെയാണ് നിത്യജീവിതത്തിലുള്ള വിശ്വാസം എന്നിൽ ആഴപ്പെട്ടത് എങ്കിൽ എൻ്റെ അമ്മശ്ശിയിലൂടെയാണ് മര്യഭക്തിയിൽ വളരുവാൻ എനിക്കിട വന്നത്. അമ്മശ്ശിയുടെ ജീവിതത്തിൻ്റെ അവസാനത്തെ 6 വർഷക്കാലം ബ്രെയിൻ ഹെമറേജിൻ്റെ ഭാഗമായി സംസാരശേഷി നഷ്ടപ്പെട്ട് ഒരു വശം പൂർണ്ണമായിട്ടും തളർന്ന അവസ്ഥയിൽ ജീവിക്കുകയായിരുന്നു. ആദ്യത്തെ 1.5 വർഷം സംസാരം തെല്ലുമേ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം സംസാരിക്കുവാൻ ദൈവം കൃപ നൽകി. പക്ഷേ ഒരു വാക്ക് മാത്രം ഉരുവിടുവാനാണ് ദൈവം അനുവദിച്ചത്. വാഴ്ത്തപ്പെട്ടവളാകുന്നു. വാഴ്ത്തപ്പെട്ടവളാകുന്നു എന്ന ഈ വാക്ക് അമ്മച്ചി എപ്പോഴും അധരങ്ങളിൽ ഉരുവിട്ടുകൊണ്ടേയിരുന്നു. ജീവിതത്തിലുടനീളം ജപമാല ചൊല്ലി അമ്മയുടെ മാധ്യസ്ഥം പ്രാർത്ഥിച്ചിരുന്ന അമ്മച്ചിയുടെ ജീവിതത്തിൽ ഈ നീണ്ട 4-5 വർഷക്കാലം ഉരുവിടുവാൻ ദൈവം അനുവദിച്ച ഏക വാക്ക് വാഴ്ത്തപ്പെട്ടവളാകുന്നു എന്നുള്ളതായിരുന്നു. തീർച്ചയായിട്ടും ഒത്തിരിയേറെ ഹൃദയത്തെ സ്വാധീനിച്ച പ്രാർത്ഥന വരികളായിരുന്നു അവയെന്ന് ഈ അവസരത്തിൽ അനുസ്മരിക്കുകയാണ്. ഞാൻ പൗരോഹിത്യം സ്വീകരിക്കുന്നതിന് 1 മാസം മുൻപ് അമ്മച്ചിയോട് ഒരു ദിവസം പങ്കുവയ്ക്കുകയുണ്ടായി. അമ്മച്ചിയുടെ ഉദരത്തിൽ ഞാൻ ഉരുവാക്കപ്പെട്ട നാൾ മുതൽ തന്നെ ഞാനൊരു പുരോഹിതനായിത്തീരണമെന്നുള്ള വലിയ ദാഹത്തോടെ ഞാൻ പിറക്കും മുൻപ് അന്നത്തെ സാഹചര്യത്തിൽ ആണോ പെണ്ണോ എന്ന് തിരിച്ചറിയുന്നതിന് മുൻപ് തന്നെ ഈ ഒരു വലിയ നിയോഗം സൂക്ഷിച്ച് പരിശുദ്ധ അമ്മയോട് നിരന്തരം പ്രാർത്ഥിക്കുമായിരുന്നുവെന്ന്.
ഇങ്ങനെയുള്ള അമ്മച്ചിയുടെ പ്രാർത്ഥനകളും ജീവിതശൈലികളും എൻ്റെ ജീവിതത്തിലെ ഒത്തിരിയേറെ സ്വാധീനത്തിന് കാരണമായി. എൻ്റെ സഹോദരങ്ങളും അവരുടെ ജീവിത പങ്കാളികളും മക്കളും എല്ലാം തന്നെ ഈ ഒരു ജീവിതശൈലി സ്വായത്തമാക്കുവാനിട വന്നവരാണ്. എൻ്റെ മൂത്ത ചേച്ചിയുടെ ഒരനുഭവം ഞാൻ അനുസ്മരിക്കുകയാണ്. ചെറുപ്രായത്തിൽ കുടുംബ വീട് കാവാലത്തായിരുന്നു. അന്ന് കടത്ത് കിടക്കേണ്ട സാഹചര്യം, ദേവാലയത്തിലേക്ക് വിശുകുർബാനയ്ക്കായിട്ട് പോകുന്ന സന്ദർഭത്തിൽ കടത്തുവെള്ളത്തിൽ ആറിൻ്റെ നടുവിൽ മുങ്ങുവാനായിട്ടിട വന്ന സാഹചര്യം. ആഴത്തിലേക്ക് പലതവണ മുങ്ങിപ്പൊങ്ങുവാനിട വന്ന ചേച്ചിയുടെ കൈകളിൽ കരയ്ക്ക് മറ്റുള്ളവർ പൊക്കിയെടുത്തു കൊണ്ടുവരുമ്പോഴും മുറുകെ പിടിച്ച ജപമാലയുണ്ടായിരുന്നു. അമ്മയുടെ വലിയ സംരക്ഷണം ജീവൻ തിരികെ നൽകുവാൻ തക്കവണ്ണം ഉത്കൃഷ്ടമായിരുന്നു. എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും ഇങ്ങനെയുള്ള നിരവധിയായ ഓർമ്മകൾ രോഗസൗഖ്യത്തിൻ്റെ, വിവാഹ ജീവിതത്തിൻ്റെ, ജോലി മേഖലയുടെ, യാത്രാനുഭവങ്ങളുടെ, ഇപ്രകാരമുള്ള നിരവധിയായ അനുഭവങ്ങളുടെ ഓർമ്മകൾ പങ്കുവയ്ക്കുവാനായിട്ട് ഏറെ തീഷ്ണതയുള്ളവരാണ്. എൻ്റെ ഒരു സഹോദരി ഹോസ്പിറ്റൽ സിസ്റ്റേഴ്സ് ഓഫ് മേഴ്സി എന്ന സന്യാസിനി സമൂഹത്തിലെ അംഗമാണ്, സിസ്റ്റർ സെലിൻ. ചേച്ചിയുടെ ജീവിതത്തിലും തന്നെ ശുശ്രൂഷാ രംഗത്ത് തന്നെ ഫലമേൽപ്പിച്ചവർക്ക് വേണ്ടിയും അതോടൊപ്പം കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയുമൊക്കെ ഏറെ തീഷ്ണതയോടെ ത്യാഗപൂർവ്വം പ്രാർത്ഥനകൾ സമർപ്പിക്കുകയും അതിൻ്റെയൊക്കെ വലിയ അത്ഭുതകരമായ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാനിട വന്നിട്ടുള്ളത് സന്തോഷത്തോടെയും പങ്കുവയ്ക്കുന്നത് കേൾക്കുവാനായിട്ട് എനിക്കിട വന്നിട്ടുണ്ട്. ഇപ്രകാരം കുടുംബത്തിലെ സാഹചര്യങ്ങൾ വളരെ അനുകൂലമായ രീതിയിൽ എൻ്റെ മര്യഭക്തിയിൽ ആഴങ്ങൾ സ്വന്തമാക്കുവാനായിട്ട് സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് സന്തോഷത്തോടെ അനുസ്മരിക്കുകയാണ്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തെ അനുസ്മരിക്കുവാൻ ഇടവരുമ്പോൾ കുടുംബത്തിൽ നിന്ന് ലഭിച്ച മാതൃഭക്തിയും വിശ്വാസത്തിൻ്റെ ആഴവും ഹൃദയത്തിൽ സൂക്ഷിക്കുവാൻ ഇടവരുന്ന ഓർമ്മകളായിട്ട് അവശേഷിക്കുന്നുണ്ട്. ബാല്യത്തിൻ്റെ ചാബല്യവും പലവിധ അധ്വാന ക്ലേശങ്ങളുമൊക്കെ കുടുംബ പ്രാർത്ഥനയിൽ ഉറക്കത്തിൻ്റെ അവസരങ്ങളായിട്ട് തീർന്നിട്ടുണ്ട് എന്നുള്ളത് വിസ്മരിക്കുന്നില്ല. സാത്താൻ്റെ പ്രലോഭനങ്ങൾക്ക് വശംവദനായ നിമിഷങ്ങളായിട്ട് തീർച്ചയായിട്ടും അവയെ എളിമയോടെ ഏറ്റുപറയുകയാണ്. എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഈശോയോടുള്ള സ്നേഹവും പരിശുദ്ധ അമ്മയോടുള്ള അഗാധമായ ആദരവും കാത്തു സൂക്ഷിക്കുവാൻ ദൈവം കൃപ ചെയ്തിരുന്നു. എൻ്റെ ഇടവക ദേവാലയം ചമ്പക്കര സെൻറ്റ് ജോസഫ്സ് ദേവാലയമാണ്. ഈ ദേവാലയത്തിൻ്റെ സമീപത്തായി തന്നെ കറുകച്ചാൽ വാഴൂർ റൂട്ടിൽ റോഡ് സൈഡിൽ പരിശുദ്ധ അമ്മയുടെ ഒരു കപ്പേളയുണ്ടായിരുന്നു. പരിശുദ്ധ അമ്മയുടെ വിവിധങ്ങളായ തിരുനാളുകൾ ഈ ദേവാലയത്തിൽ ആചരിച്ചിരുന്നു. തിരുനാളുകൾക്ക് മുന്നോടിയായി സമീപവാസികൾ സായാഹ്നങ്ങളിലെ സന്ധ്യാസമയത്ത് ജപമാലയ്ക്കും മറ്റുമായി ഒന്നുചേരുമായിരുന്നു. ഞങ്ങളുടെ ഭവനം ഏതാണ്ട് 1.5 കിലോമീറ്റർ വിദൂരത്തായിരുന്നെങ്കിലും ഈ സായാഹ്ന പ്രാർത്ഥനകളിൽ പങ്കെടുക്കുവാനായിട്ട് പലപ്പോഴും കൂട്ടുകാരുമൊത്ത് എത്തിയിരുന്നു എന്നത് അമ്മയോട് ആ നാളുകളിൽ ഹൃദയത്തിൽ അഗാധമായ ഭക്തി വേരോടുവാനായിട്ട് കുടുംബത്തിൽ നിന്നും ഇടവന്നു എന്നതിൻ്റെ കാരണമായി ഞാനിന്ന് ഓർക്കുകയാണ്. സെമിനാരി ജീവിത നാളുകളിലും
എല്ലാ ദിവസവും പരിശുദ്ധമയെ പ്രത്യേകമായിട്ട് അനുസ്മരിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് വന്നിട്ടുണ്ട്. വടവാതൂർ സെമിനാരി പഠിച്ചിരുന്ന കാലത്ത് രാവിലെ വിശുദ്ധകുർബാനയ്ക്കും പ്രഭാത ഭക്ഷണത്തിനുമൊക്കെ ശേഷം സാധ്യമായപ്പോഴൊക്കെ ഗ്രോട്ടോയിൽ പോയി പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുവാനായിട്ട് ഏറെ താല്പര്യമുണ്ടായിരുന്നു. സെമിനാരി നാളുകളിലും പൗരോഹിത്യ ജീവിതത്തിലും പരിശുദ്ധ അമ്മയുടെ വിവിധങ്ങളായ ചിത്രങ്ങൾ ശേഖരിക്കുന്നതും അമ്മയോടുള്ള വലിയ സ്നേഹപ്രകാശനമായിട്ട് ഞാൻ കരുതിയിരുന്നു. പുരോഹിതനായി 25 വർഷം പിന്നിടുമ്പോൾ ഞാൻ ശുശ്രൂഷ ചെയ്യുവാനിടവന്ന ദേവാലയങ്ങൾ കരിമനക്കുളം ഒഴികെ എല്ലാം തന്നെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് സമർപ്പിതമായിരുന്നു. കരിമക്കുളം ദേവാലയം തിരുസുതൻ്റെ തിരുഹൃദയത്തിൻ്റെ നാമത്തിന് സമർപ്പിതവുമായിരുന്നു. അമ്മയോടുള്ള സ്നേഹവാത്സല്യങ്ങൾ ഹൃദയത്തിലും അധരങ്ങളിലും കാത്തു സൂക്ഷിക്കുവാനായിട്ട് പലപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. എങ്കിലും എൻ്റെ ബോധപൂർവമായ ഓർമ്മകളും പ്രാർത്ഥനയിലെ കുറിവുകളും കാര്യമായി പരിഗണിക്കാതെ തന്നെ പരിശുദ്ധ അമ്മ എപ്പോഴും എനിക്ക് സംരക്ഷണ വലയം തീർത്തിരുന്നത് ഒത്തിരി നന്ദിയോടെയാണ് എനിക്ക് അനുസ്മരിക്കുവാൻ സാധിക്കുക. നിരവധിയായ അനുഭവങ്ങൾ ചെറുതും വലുതുമായ ജീവിതത്തിൽ അനുസ്മരിക്കുവാനായിട്ടുണ്ട്. ചില സന്ദർഭങ്ങൾ ഈ അവസരത്തിൽ പങ്കുവയ്ക്കുകയാണ്. ഞാൻ കുമ്മനാടം അസംഷൻ ഇടവകയിൽ ആയിരുന്ന കാലത്ത് ഒരു ദിവസം രാത്രി 12 മണിയോടുകൂടി ഞാൻ ഉറക്കത്തിലായിരിക്കവേ എൻ്റെ ബെഡ്റൂമിനോട് ചേർന്നുള്ള ഒരു ചെറിയ കുശിനിയിൽ പാത്രങ്ങൾ അനങ്ങുകയും താഴെ വീഴുകയുമൊക്കെ ചെയ്യുന്ന സ്വരം ഉണ്ടായി. ഞാൻ ഉണർന്നു. എന്തായിരിക്കാമെന്ന് കരുതി ഞാൻ അടുക്കളയിലേക്ക് ചെന്നു. എൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടത് ഉദ്ദേശം 6-7 അടി ദൈർഘ്യമുള്ള ഒരു മൂർഖൻ പാമ്പിനെയാണ്. അമ്മയുടെ വലിയ മാധ്യസ്ഥം ആ നിമിഷങ്ങളിൽ എന്നിൽ സജീവമായി. എങ്ങനെയെങ്കിലും ഈ പാമ്പിനെ പുറത്താക്കി സ്വസ്ഥമായി കിടക്കയിലേക്ക് മടങ്ങുവാനായിട്ടുള്ള ചിന്തയായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ കൈ കിട്ടിയ ഒരു വടിയും കയ്യിൽ കരുതിക്കൊണ്ട് ഈ കുശിനിയിലേക്ക് അവിടെ കരുതിയിരുന്ന മേശയുടെ പുറത്ത് കയറി നിന്നുകൊണ്ട് സ്വരമുണ്ടാക്കി അതിനെ പുറത്തു ചാടിക്കുവാനായിട്ടുള്ള ശ്രമങ്ങൾ നടന്നു. അത് പുറത്തേക്ക് പോകുവാനായിട്ടുള്ള നീക്കങ്ങൾ ആരംഭിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ സാത്താനൊരു പ്രലോഭനം തന്നു. ഈ പാമ്പിനെ അങ്ങനെ വെറുതെ വിടണ്ട, ഇതിനെ കൊന്നുകളയാം. ഞാൻ മേശപ്പുറത്ത് നിന്നും പെട്ടെന്ന് താഴെ ഇറങ്ങി കയ്യിലിരുന്ന വടി ഉപയോഗിച്ച് പരമാവധി ശക്തിക്ക് ആ പാമ്പിനിട്ട് ആഞ്ഞടിച്ചു. ഒറ്റയടിക്ക് തന്നെ വടി ഒടിഞ്ഞുപോയി. മൂർഖൻ പാമ്പ് പത്തി വിരിച്ച് എൻ്റെ നേരെ ചീറ്റിക്കൊണ്ട് നിൽക്കുകയാണ്. 2-3 അടി വ്യത്യാസം മാത്രം ഞങ്ങൾ തമ്മിൽ. പരിശുദ്ധ അമ്മയെ വീണ്ടും അങ്ങേയറ്റം തീഷ്ണതയോടെ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ ഈ പാമ്പിൻ്റെ ദൃഷ്ടിയിലേക്ക് തന്നെ കണ്ണുകൾ പതിപ്പിച്ച് പ്രാർത്ഥനാപൂർവ്വം നിലയുറപ്പിച്ചു. ആ പാമ്പ് സാവകാശത്തിൽ പത്തിമടക്കി അത് മുറിയിൽ നിന്നും പുറത്തേക്ക് എഴഞ്ഞു നീങ്ങി. മൂർഖൻ പാമ്പിനെ ഉപദ്രവിച്ചാൽ അത് പ്രതികാരം ചെയ്യുമെന്നുള്ള സാധാരണ ചിന്ത എൻ്റെ മനസ്സിലേക്ക് ആ നിമിഷം പോയില്ല. പക്ഷേ പരിശുദ്ധ അമ്മ എന്നെ
വളരെ കരുതലോടെ കാത്തു സൂക്ഷിച്ചു. ഈ ദിവസത്തെ അനുഭവങ്ങൾക്ക് ശേഷം ഏതാനും ദിവസത്തേക്ക് മടങ്ങി വരും എന്ന് ഇടവകയിലെ കൈക്കാരന്മാരും മറ്റും പറയുകയും അതിൻ്റെ പശ്ചാത്തലത്തിൽ യുവജനങ്ങളുടെ കാവൽ എനിക്ക് നൽകുകയും ചെയ്തു. വടികളുടെ സമൃദ്ധിയും ആ ദിനങ്ങളിൽ അവരോടൊപ്പം ഉണ്ടായിരുന്നു. മറ്റൊരനുഭവം എനിക്ക് അനുസ്മരിക്കുവാനായിട്ട് ഉള്ളത് കരിമനക്കുളം തിരുഹൃദയ ഇടവകയിൽ ശുശ്രൂഷ നിർവഹിച്ചിരുന്ന കാലത്ത് ഏതാണ്ട് ഒക്ടോബർ മാസം അവസാനം ഉച്ചയ്ക്ക് ഏതാണ്ട് 2-2:30 മണി സമയത്ത് കാലാവസ്ഥയിൽ മഴയുടെ സാന്നിധ്യം ഞാൻ തിരിച്ചറിഞ്ഞു. എങ്കിലും അല്പം മയങ്ങുവാനുള്ള ആ ഒരു താല്പര്യത്തെ മാനിച്ചുകൊണ്ട് കിടക്കയിലേക്ക് നീങ്ങി. കിടക്കയിലെത്തിയപ്പോൾ എന്തുകൊണ്ടോ സാധാരണ ചെയ്യാറുള്ളതല്ല, കിടക്കയിൽ വെച്ച് ജപമാല ചൊല്ലുവാൻ ഉച്ചസമയത്ത് എനിക്കൊരു പ്രേരണയുണ്ടായി. കുറേ സമയം പിന്നിട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വലിയൊരു ഉൾപ്രേരണയുണ്ടായി, എഴുന്നേറ്റ് നിലം പറ്റക്കിടന്ന് അമ്മയോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുക എന്ന്. എന്തുകൊണ്ട് എന്നെനിക്ക് മനസ്സിലായില്ല. കാലാവസ്ഥയുടെ പ്രക്ഷിപ്തത പശ്ചാത്തലമായി നിൽപ്പുണ്ട്. ഏതായാലും എൻ്റെ ഉൾവിളിയോട് പ്രത്യുത്തരിച്ചുകൊണ്ട് ഞാൻ അപ്രകാരം ഒരുപക്ഷെ ജീവിതത്തിൽ ആദ്യമായിട്ട് അങ്ങനെ ചെയ്യുകയാണ്. ഈ പ്രാർത്ഥനയിലേക്ക് ഞാൻ പ്രവേശിച്ച ഏതാനും നിമിഷത്തിനുള്ളിൽ അതിശക്തമായ കൊള്ളിയാനും ഇടിയും ഉണ്ടാവുകയാണ്. ഞാൻ കിടന്നിരുന്ന മുറിയുടെ മേൽക്കൂരയുടെ ഒരു ഭാഗം പൊട്ടിത്തെറിച്ച് എൻ്റെ മുറിയിലേക്ക് തന്നെ എത്തുന്നു. എൻ്റെ മുറിയിലുണ്ടായിരുന്ന വാഷിംഗ് മെഷീനും ടിവിയും ഫാനും എല്ലാം തന്നെ തകരാറിലാകുന്നു. പരിസരത്ത് നിന്ന് ഏതാനും വൃക്ഷങ്ങൾ ഇപ്രകാരം ഇടിമിന്നലേറ്റ് നശിക്കുന്നു. ഇതിനിടയിൽ ഞാൻ 100% സുരക്ഷിതനായി ആയിരിക്കുവാനായിട്ട് അമ്മ എനിക്ക് വലിയ കരുതൽ നൽകുന്നു. എൻ്റെ ജീവിതത്തിലെ ഒത്തിരിയേറെ നന്ദിയോടെ സൂക്ഷിക്കുന്ന ഒരനുഭവമാണത്. വീണ്ടും എൻ്റെ ജീവിതത്തിൽ 2-3 അപകടങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ബൈക്ക് ആദ്യ നാളിൽ ഉപയോഗിക്കുവാൻ തുടങ്ങിയ കാലഘട്ടത്തിൽ ഒരിക്കൽ ബൈക്കിൽ നിന്നും മറിഞ്ഞു വീണു. വളരെ ഗൗരവമായ വിധത്തിലുള്ള അപകട സാധ്യത അതിലുണ്ടായിരുന്നുവെങ്കിലും അത്രയും ഗൗരവമായി തീരാതെ എന്നെ അമ്മ സംരക്ഷിച്ചു. വീണ്ടും ഒരിക്കൽ എൻ്റെ സഹോദരനോടൊപ്പം യാത്ര ചെയ്യവേ ഒരപകടമുണ്ടായി. അവിടെയും അമ്മ ഒത്തിരി കരുതലോടെ കാത്തു സൂക്ഷിച്ചു. ജ്യേഷ്ഠന് അതേസമയം എനിക്ക് വേണ്ടി അല്പം സഹനം ഏറ്റെടുക്കേണ്ട അനുഭവം ഉണ്ടാവുകയും ചെയ്തു. അതിനേക്കാളിലൊക്കെ എൻ്റെ മനസ്സിലെപ്പോഴും ശക്തമായി നിലകൊള്ളുന്ന മറ്റൊരു അപകട സാധ്യത അനുസ്മരിക്കുവാനായിട്ടുണ്ട്. ഞാൻ ചിത്തിപ്പുഴ ആശുപത്രിയിൽ നിന്നും പറയപ്പള്ളിയിലേക്ക് പോകവേ കുരിശുമൂട് വടക്കേക്കര റൂട്ട് സന്ധിക്കുന്ന നാൽക്കവലയിൽ എത്തിയപ്പോൾ എൻ്റെ വാഹനത്തിൻ്റെ തൊട്ട് മുൻപിൽ ഒരു അംബാസഡർ കാറുണ്ട്. അതിൻ്റെ അകലെയായിട്ട് ഞാൻ ബൈക്കിൽ നീങ്ങുകയാണ്. വളരെ സാവകാശത്തിൽ സന്ധ്യസമയമാണ്. ഈ അവസരത്തിൽ കുരിശുമൂട്ടിൽ നിന്നും ഒരു 80-90 കിലോമീറ്റർ സ്പീഡിൽ 3 യുവജനങ്ങൾ ബൈക്കിൽ ചീറിപ്പാഞ്ഞു വരികയാണ്. എൻ്റെ ബൈക്കിൽ ഉരസി അത് കടന്നുപോയി. എൻ്റെ ബൈക്ക് പിടിച്ചു നിർത്തിയതുപോലെ നിൽക്കുവാനായിട്ട് ഇടവരത്തക്കവണ്ണം അവിടെ അത്ഭുതം അമ്മ പ്രവർത്തിക്കുകയായിരുന്നു. ഒരു ചെറിയ വ്യത്യാസത്തിന് വലിയൊരു അപകടം ഞങ്ങൾക്ക് 4 പേർക്ക് സംഭവിക്കാമായിരുന്ന ഒരു ദുരന്തം അമ്മ ഒഴിവാക്കി തന്നു.
ഇപ്രകാരമുള്ള നിരവധി സംരക്ഷണയുടെ അനുഭവങ്ങൾ അനുസ്മരിക്കുന്നതോടൊപ്പം ജീവിതത്തിലെ വൈഷമ്യങ്ങൾ ആർന്ന പല സന്ദർഭങ്ങളിലും പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ നന്ദിയോടെ അനുസ്മരിക്കുവാനായിട്ടുണ്ട്. മധ്യ തിരുവിതാംകൂറിലെ സുപ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ പാറയിൽ അമലോത്ഭവ മാതാ ദേവാലയത്തിലാണ് ഈ നാളുകളിൽ ഞാൻ ശുശ്രൂഷ ചെയ്യുവാൻ നിയോഗിതനായിരിക്കുക. ദൈവകൃപയാൽ ഈ ഇടവകയിൽ ആയിരിക്കുമ്പോൾ പാറയിൽ മാതാവ് എന്ന് ഏറെ സ്നേഹത്തോടെ ഈ നാട്ടിലെ ജനങ്ങൾ വിളിക്കുന്ന പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൻ്റെ അത്ഭുതകരമായ അനുഭവങ്ങൾ ഒട്ടേറെ ഓർമ്മകളിൽ അലയടിക്കുന്നുണ്ട്. 110 വർഷം മുൻപ് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ അമലോത്ഭവ വിശ്വാസ സത്യം പ്രഖ്യാപനം ചെയ്തതിൻ്റെ സുവർണ ജൂബിലി സ്മാരകമായി പണിതുയർത്തിയ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം പ്രാർത്ഥിച്ച് ജീവിതത്തിലെ നിരവധിയായ ക്ലേശങ്ങളുടെ ഭാരങ്ങളും പേറി തികഞ്ഞ പ്രത്യാശയോടെ അമ്മയുടെ സവിധത്തിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനകൾ എത്രയോ തീക്ഷ്ണമാണ്. ഇപ്രകാരം പ്രാർത്ഥിക്കുന്ന അനേകായിരങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ പൂമഴ അനസ്യൂതം പെയ്ച്ചുകൊണ്ട് അമ്മ വിരാജിക്കുമ്പോൾ ആ അമ്മയുടെ മുമ്പിൽ കൂപ്പുകരങ്ങളോടെ നിൽക്കുവാൻ മാത്രമേ സാധിക്കൂ. എൻ്റെ നല്ല അമ്മ എത്രമാത്രം എന്നെയും ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന ഈ ദേവാലയത്തിൽ അമ്മയുടെ മാധ്യസ്ഥം തേടി കടന്നു വരുന്ന അനേകായിരങ്ങളെയും അനുഗ്രഹത്തിൻ്റെ പൂമഴയാൽ ധന്യമാക്കുന്നുവെന്നത് ഏറെ നന്ദിപൂർവ്വം വിസ്മയത്തോടെ അനുസ്മരിക്കുന്ന സത്യമാണ്. അമ്മയുടെ ശക്തമായ മാധ്യസ്ഥത്തിൻ്റെ വലിയ കലവറയില്ലാത്ത അനുഗ്രഹങ്ങളുടെ അനുഭവം പേറുന്ന അനേകായിരങ്ങളുടെ നടുവിലായിരിക്കുക. അവരുടെ ഇപ്രകാരമുള്ള അനുഭവങ്ങളുടെ സാക്ഷ്യങ്ങൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുക, അത് എൻ്റെയും മര്യഭക്തിയുടെ തലങ്ങളിൽ ആഴങ്ങൾ ജനിപ്പിക്കുവാൻ നിരന്തരം ഇടവരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അനുഗ്രഹത്തിൻ്റെ പൂമഴ നമുക്കായിട്ട് അമ്മ വഴി വർഷിക്കപ്പെടുമ്പോൾ നിറഞ്ഞ നന്ദിയോടെ സ്നേഹത്തോടെ അവ നമുക്ക് ഏറ്റുവാങ്ങാം. വിശുദ്ധിയുടെ മാർഗത്തിൽ അവൾ എന്നും നമുക്ക് വഴികാട്ടിയാണ്. വിശുദ്ധിയുടെ മാതൃകയായ എൻ്റെ നല്ല അമ്മേ, വിശുദ്ധിയിൽ വളർന്നു വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നിരന്തരം നമുക്ക് അമ്മയോട് പ്രാർത്ഥിക്കുന്നവരായിത്തീരാം. മാതാവിൻ ചാരി ചെല്ലുന്നു ജപമാല വഴിയാ, കയ്യിലിരിക്കുന്ന ഉണ്ണീശോയുടെ ചാരെ ഞാനുമിരിക്കും. കയ്യിലിരിക്കുന്ന ഉണ്ണീശോയുടെ ചാരെ ഞാനുമിരിക്കും. നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈ
ഈശോയ്ക്കും ഒരേ അമ്മ. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. ചൊല്ലുന്ന നിമിഷം മാതാവിൻ ചാരേ ചെല്ലുന്നു ജപമാല വഴിയാ.